സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനോട് പിതാവ് കാട്ടിയ കണ്ണില്ലാത്ത ക്രൂരതയുടെ വാർത്തയാണ് മലപ്പുറം കാളികാവിൽ നിന്ന് വരുന്നത്. 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ ശരീരത്തിൽ 70ഓളം മുറിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിനെയും മാതാവിനെയും നേരത്തെയും പ്രതി മർദ്ദിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ പ്രതി ഫായിസ് ചുമരിലേക്ക് എടുത്തെറിഞ്ഞു. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിനെ കുത്തി പരിക്കേൽപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ 70ഓളം മുറിവുകൾ കണ്ടെത്തി. തലച്ചോർ ഇളകിയ നിലയിലാണ്. വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. തലയിലെ ആന്തരിക രക്തസ്രവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. കൊലക്കുറ്റത്തിന് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തിയാണ് പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ഉപദ്രവമുണ്ടായതെന്ന് കരുതിനാൽ 302 പ്രകാരവും 75 JA ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസന്വേഷിച്ചു വരികയാണ്. മർദ്ദനത്തിൽ അബോധാവസ്ഥയിലായ കുട്ടിയെ അയൽവാസികൾ പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രതി ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറായത്. കുട്ടിക്ക് എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ തരിപ്പ് പോയതാണ്, കഞ്ഞൊടുക്കിനടിയിൽ തരിപ്പ് പോയതാണ് പറഞ്ഞു. ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഒരു വണ്ടിക്കൊന്നും വിളിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലുമ്മ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ പോകണം, വണ്ടി വിളിച്ചു പറഞ്ഞു. വണ്ടി എത്തിയിട്ടില്ല. അതിൽ അനിയൻ പോയിങ്ങാണ്ട് റോഡ് കൈയാട്ടിയപ്പോൾ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി കൊണ്ടുപോയത്. നേരത്തെയും പ്രതിയിൽ നിന്ന് കുഞ്ഞും മാതാവും മർദ്ദനം നേരിട്ടിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ആട്ടിയർക്ക് വിട്ടിട്ടുള്ളൂ. ആരോപണം പോലീസ് നിഷേധിച്ചു. മുൻപുള്ള പരാതി കുടുംബം തന്നെ ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 24 മലപ്പുറം.